അപ്പോൾ ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കുമിഞ്ചാൻ പോയിക്കുന്നത്. അപ്പോൾ പോയിക്കാനായിട്ട് ഒരു ചെറിയൊരു ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്നൊരു വലുത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുകയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഞാൻ ചിരട്ട കത്തിക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ ചിരട്ട എടുത്തുകൊണ്ട് വരട്ടെ. ആ കത്തിയ ചിരട്ടയ്ക്കുള്ളിലേക്ക് ഞാൻ ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് പയ്യെ ഇരുന്ന് കത്തും കേട്ടോ. അതും കൂടെ കത്തിയതിന് ശേഷം കുമിഞ്ചാൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പകുതിയൊക്കെ ഒന്ന് കത്തി വരുമ്പോഴേക്കും കുമിഞ്ചാൻ വെച്ച് കൊടുക്കും. മറ്റേ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ ചെറുതായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനകത്ത് കനലും ഇടാൻ പറ്റത്തില്ല, കയ്യിൽ പിടിക്കാനും പറ്റത്തില്ല, നമുക്കിങ്ങനെ കൊണ്ട് നടക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് നല്ല എതമുള്ളതാട്ടോ. അപ്പോൾ ഇത് നോക്കട്ടെ, കനലായിട്ടുണ്ടത്. ഞാൻ കുറച്ചിട്ട് കൊടുക്കാവേ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇങ്ങനെ പുകയും. ഇനി ബാക്കി കനല അവിടെ കിടന്ന് ആയിക്കോളും. ഇനി പുകഞ്ഞോളും. നല്ല പൊടിഞ്ഞതാണ് ഈ കുമിഞ്ചാൻ. നല്ലോണം ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നന്നായിട്ട് പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതെല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും. ഇതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ വലിയ പാത്രം കിട്ടിയപ്പോൾ എനിക്ക് നന്നായിട്ട് പുകയ്ക്കാൻ പറ്റുന്നുണ്ട്. മറ്റേതൊരു കുഞ്ഞു പാത്രത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ പുകച്ചിരുന്നത്. നമുക്കിവിടെ അടുപ്പില്ലാത്തത് കാരണം തന്നെ കുറേ ഇങ്ങനെ ചിരട്ട വരുമല്ലോ. നമ്മൾ തേങ്ങയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചിരട്ട വരുമ്പോൾ ഞാനതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. അപ്പോൾ നമുക്കിങ്ങനെ പുകയ്ക്കാവുന്ന സമയത്ത് ഞാനതിങ്ങനെ എടുത്ത് കത്തിക്കും. ഒരെണ്ണം കത്തിച്ചാൽ മതി. പിന്നെ ബാക്കി അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്താൽ വേഗം തന്നെ കനലായിക്കോളും. എന്നിട്ട് പിന്നെ ഇങ്ങനെ പൊയ്ക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് ചെറുതായത് കാരണം അതിൽ വലുതായിട്ട് പൊയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. മുന്നേ എൻ്റെ കയ്യിൽ ഇതിൽ നിന്നും കുറച്ചുകൂടി വലുതുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. പക്ഷേ ഇന്ന് പോയ സമയത്ത് ഈ ഒരു സൈസേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വലുതെന്ന് പറയാൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നു.